കോട്ടയം നഗരത്തിലെ ഒരു ചെറിയ മൊബൈൽ റിപ്പയർ ഷോപ്പിൽ ജോലി ചെയ്തിരുന്നത് അഭിനായിരുന്നു. പഴയ ഫോണുകൾ, തകരാറായ സ്ക്രീനുകൾ, ഡേറ്റ റിക്കവറി, അതായിരുന്നു അവന്റെ ദിനചര്യ. ഒരു ദിവസം ഒരു പെൺകുട്ടി ഷോപ്പിലെത്തി. "ഈ ഫോൺ ഓണാകുന്നില്ല, അതിലെ ഫോട്ടോകളും മെസ്സേജുകളും എനിക്ക് വളരെ പ്രധാനമാണ്," അവൾ പറഞ്ഞു. അവളുടെ പേര് അനന്യ. അഭിൻ ഫോൺ എടുത്തു. "ഞാൻ ശ്രമിക്കാം," അവൻ പറഞ്ഞു. അനന്യ പോയി. അഭിൻ ഫോൺ റിപ്പയർ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അത് വളരെ പഴയ മോഡലായതിനാൽ തുറക്കേണ്ടി വന്നു. അവൻ ഡേറ്റ റിക്കവർ ചെയ്യുമ്പോൾ ചില ഫോട്ടോകൾ കണ്ടു. ഒരു പെൺകുട്ടി, ചിരിയോടെ. അതെ, അത് അനന്യ തന്നെ. പക്ഷേ അവൾക്കൊപ്പം ഒരു യുവാവുമുണ്ടായിരുന്നു. ഫോട്ടോകളിൽ അവർ സന്തോഷത്തോടെ. അഭിൻ അല്പം നിശബ്ദമായി. അവളുടെ ജീവിതത്തിൽ ആരോ ഉണ്ടായിരുന്നു. അവൻ ഫോൺ ശരിയാക്കി. അടുത്ത ദിവസം അനന്യ തിരികെ വന്നു. "ഫോൺ ശരിയായോ?" അവൾ ചോദിച്ചു. "അതെ," അഭിൻ പറഞ്ഞു. അവൾ ഫോൺ തുറന്നു. ഫോട്ടോകൾ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അഭിൻ ശ്രദ്ധിച്ചു. "എല്ലാം ഓക്കെയാണോ?" അവൻ ചോദിച്ചു. അവൾ ചെറുതായി ചിരിച്ചു. "അതെ, ഇതെന്റെ പഴയ ഓർമ്മകളാണ്." അതവരുടെ ആദ്യ സംഭാഷണമായിരുന്നു. പിന്നീട് അനന്യ പലവട്ടം ഷോപ്പിൽ വരാൻ തുടങ്ങി. ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾക്കായി, ചിലപ്പോൾ വെറും സംസാരിക്കാൻ. അഭിൻ അവളെ കൂടുതൽ അറിയാൻ തുടങ്ങി. അവൾ വളരെ സന്തോഷത്തോടെ ചിരിക്കും. പക്ഷെ ചിലപ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു ദുഃഖമുണ്ടായിരുന്നു. ഒരു ദിവസം അഭിൻ ചോദിച്ചു, "ആ ഫോട്ടോകളിലുള്ള ആൾ?" അനന്യ മിണ്ടാതിരുന്നു. പിന്നീട് മൃദുവായി പറഞ്ഞു, "അതൊരു പഴയ കഥയാണ്." "അവൻ എവിടെയാണിപ്പോൾ?" അവൻ ചോദിച്ചു. അവൾ പറഞ്ഞു, "ജീവിതം നമ്മളെ വേർതിരിച്ചു, അത്രയേ ഉള്ളൂ." കാലം കടന്നുപോയി. അഭിൻ അവളോട് അടുപ്പമായി. പക്ഷെ അവൻ തന്റെ മനസ്സിലുള്ളത് പറയാൻ ഭയപ്പെട്ടു. കാരണം അവൾ ഇപ്പോഴും പഴയ ഓർമ്മകളിൽ ജീവിക്കുന്നുവെന്ന് അവൻ കരുതിയിരുന്നു. ഒരു ദിവസം അനന്യ പറഞ്ഞു, "എനിക്ക് മറ്റൊരു നഗരത്തിലേക്ക് പോകണം." അഭിൻ ഞെട്ടി. "ഇത്ര പെട്ടെന്ന്?" "അതെ, ഒരു പുതിയ തുടക്കം വേണം," അവൾ പറഞ്ഞു. പോകുന്ന ദിവസം അവൾ ഷോപ്പിൽ വന്നു. "നിനക്ക് നന്ദി പറയാൻ," അവൾ പറഞ്ഞു. "എന്തിനാണ്?" അവൻ ചോദിച്ചു. "എന്റെ ഓർമ്മകൾ തിരികെ തന്നതിന്, പിന്നെ പുതിയൊരു ജീവിതം തുടങ്ങാൻ ധൈര്യം തന്നതിന്," അവൾ പറഞ്ഞു. അഭിൻ മിണ്ട. രാത്രി സമയം. ഫോൺ സ്ക്രോൾ ചെയ്തിരിക്കുകയായിരുന്നു സഞ്ജയ്. അപ്പോൾ ഒരു വാട്സാപ്പ് വോയിസ് നോട്ട് വന്നു, അപരിചിത നമ്പറിൽ നിന്ന്. അവൻ പ്ലേ ചെയ്തു. "ഹായ്, ഇത് തെറ്റായിപ്പോയ വോയിസ് നോട്ടാണെങ്കിൽ സോറി." ഒരു പെൺശബ്ദം. സഞ്ജയ് ചിരിച്ചു. അവൻ റിപ്ലൈ അയച്ചു, "തെറ്റായി വന്നാലും കേൾക്കാൻ നല്ലതാണ്." അടുത്ത ദിവസം വീണ്ടും വോയിസ് നോട്ട്. "നീ ഇന്നും കേൾക്കുന്നുണ്ടോ?" അവൾ ചോദിച്ചു. അവിടെ നിന്ന് അവരുടെ സംഭാഷണം തുടങ്ങി. ടെക്സ്റ്റ് അല്ല, വോയിസ് നോട്ട്സ് മാത്രം. പ്രതിദിനം അവൾ തന്റെ ദിവസത്തെക്കുറിച്ച് പറയും. സഞ്ജയ് തന്റെ കഥ പറയും. അവളുടെ ശബ്ദം അവന്റെ ദിനചര്യയായി. അവൾ ചിരിച്ചാൽ അവനും ചിരിക്കും. ഒരു ദിവസം സഞ്ജയ് ചോദിച്ചു, "നമ്മൾ ഒരിക്കൽ കാണാമോ?" അവൾ മിണ്ടാതിരുന്നു. പിന്നീട് ഒരു വോയിസ് നോട്ട്. "ഇപ്പോൾ വേണ്ട, പക്ഷേ ഒരു ദിവസം കാണാം." ദിവസങ്ങൾ കടന്നുപോയി. പെട്ടെന്നൊരു ദിവസം വോയിസ് നോട്ട്സ് നിർത്തി. മെസ്സേജുകളില്ല. സഞ്ജയ് കാത്തിരുന്നു. ഒരു ദിവസം, 2 ദിവസം, ഒന്നുമില്ല. അവൻ മനസ്സിലാക്കി, ചില ശബ്ദങ്ങൾ നമ്മളെ വിട്ടുപോകും. മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം വീണ്ടും ഒരു വോയിസ് നോട്ട്. അതേ നമ്പർ. സഞ്ജയ് ഉടനെ പ്ലേ ചെയ്തു. "നീ ഇപ്പോഴും കേൾക്കുന്നുണ്ടോ?" അവൾ ചോദിച്ചു. സഞ്ജയ് ചിരിച്ചു. "എപ്പോഴും," അവൻ റിപ്ലൈ ചെയ്തു. അവൾ പറഞ്ഞു, "നാളെ കാണാം." അടുത്ത ദിവസം ഒരു പാർക്ക്. സഞ്ജയ് കാത്തിരുന്നു. ഒരു പെൺകുട്ടി അടുത്തേക്ക് വന്നു. "വോയിസ് നോട്ട് ഓർമ്മയുണ്ടോ?" അവൾ ചിരിച്ചു. അവൾ തന്നെയായിരുന്നു. ആ നിമിഷത്തിൽ സഞ്ജയ് മനസ്സിലാക്കി, ചില ശബ്ദങ്ങൾ കേൾക്കാൻ മാത്രമല്ല, അവ നമ്മളുടെ ഹൃദയത്തിൽ താമസിക്കാൻ വരുന്നു.